എല്ലാവരിലേക്കും നീളുന്ന ലാളിത്യത്തിന്റെ ഷേക്ക് ഹാൻഡ് ലോഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് സൗഹൃദത്തിന്റെ മുഖത്ത് സദാ പുഞ്ചിരിയോടെ സഞ്ചരിക്കുന്ന തൃശൂർക്കാരൻ. ഇതാണ് സീറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. നഗരത്തിലെ അങ്ങാടികളിലൂടെ നടന്ന് റാഫേൽ തട്ടിലിനെ ആരുടെ തോളിൽ വേണമെങ്കിലും കൈയിടാം. ആരും ആ കൈ തട്ടി മാറ്റില്ല. കാരണം തൃശ്ശൂരിലെ അങ്ങാടിയിലാണ് തട്ടിൽ കുടുംബാംഗമായ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് ഓടിക്കളിച്ച് നടന്നിരുന്നത്. വൈദികനായി നടന്നതും പിന്നീട് സഭാ നേതൃത്വത്തിലേക്ക് വളർന്നതും ഈ നാടിൻ്റെ മണ്ണിൽ. തൃശ്ശൂർ അങ്ങാടിയുടെ നടുവിൽ വളർന്ന ഒരാൾ. ജനപ്രിയ തൃശ്ശൂർ ഭാഷയുടെ ഒഴുക്കിലുള്ള പ്രസംഗം. ഇതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. തൃശ്ശൂർ നഗരത്തിലെ വ്യാപാര കേന്ദ്രമായ എരിഞ്ഞേരി അങ്ങാടി റാഫേൽ തട്ടിൽ പിറന്ന വീട്. പരിശുദ്ധ വ്യാകുലമാതാ ബസിലിക്ക അഥവാ പുത്തമ്പള്ളി. തൊട്ടുപിന്നിൽ തട്ടിൽ തോമാ ഔസേപ്പിൻ്റെയും ഏനാമാവ് കാഞ്ഞിരത്തിങ്കൽ ത്രേസിയുടെയും 10ാമത്തെ മകൻ, ഏറ്റവും ഇളയവൻ. സഹോദരങ്ങളെല്ലാം കച്ചവടത്തിൻ്റെ വഴിയെ പോയപ്പോൾ റാഫേൽ തട്ടിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി. സെൻറ് തോമസ് കോളേജിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കുമ്പോഴും അദ്ദേഹം തൻ്റെ ദൈവ വഴി തിരഞ്ഞെടുത്തു. 1956 ഏപ്രിൽ 21 തട്ടിൽ തോമാ ഔസേപ്പ് ഏനാമാവ് കാഞ്ഞിരത്തിങ്കൽ ത്രേസിയുടെയും 10ാമത്തെ മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ചു. വൈദിക പഠനം തൃശൂർ തോപ്പ് സെന്റ് തോമസ്, കോട്ടയം വടവാതൂർ അപ്പസ്തോലിക് സെമിനാരി എന്നിങ്ങനെയായിരുന്നു. 1980 ഡിസംബർ 21 മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രീസ്റ്റ്ലി ഫോർമേഷൻ ദി സീറോ മലബാർ ചർച്ച് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി. ഇംഗ്ലീഷിന് പുറമെ ജർമ്മൻ, ഇറ്റാലിയൻ, ലാറ്റിൻ ഭാഷകളിൽ തട്ടിൽ പിതാവിന് നല്ല വശമാണ്. 2003 ജോൺ പോൾ II മാർപ്പാപ്പയിൽ നിന്ന് പേപ്പർ ചാമ്പലൈൻ എന്ന ബഹുമതി നേടി. വിശുദ്ധ എപ്രാസ്യമയുടെയും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെയും നാമകരണ കോടതികളിൽ സുപ്രധാന ചുമതല വഹിച്ചു. 2010 ഏപ്രിൽ 10 തൃശൂർ അതിരൂപത സഹായമെത്രാനായി നിയമിതനായി. 2014 ജനുവരി 11 മാർപ്പാപ്പ ഇന്ത്യയിലെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി അദ്ദേഹത്തെ നിയമിച്ചു. 2017 ഒക്ടോബർ 10 ശംഷാബാദ് പ്രഥമ മെത്രാനായി തട്ടിൽ പിതാവ് തിരഞ്ഞെടുത്തു. അനവധി മറ്റ് സേവനങ്ങൾ തട്ടിൽ പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൈനർ സെമിനാരി വൈസ് ഡയറക്ടർ, DBCLC ഡയറക്ടർ, അതിരൂപത മതബോധന ഡയറക്ടർ, അതിരൂപത വികാരി ജനറൽ എന്നീ മേഖലകളിൽ തട്ടിൽ പിതാവ് ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 2.5 വയസ്സിൽ അച്ഛൻ മരിച്ചുപോയ റാഫി എന്ന ആ ബാലൻ വൈദികനായതും തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായതും പിന്നീട് തെലുങ്കാനയിലെ ശംഷാബാദ് രൂപതയിലെ അധ്യക്ഷനായും കണ്ട നഗരം. ഇപ്പോൾ അദ്ദേഹത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായാണ് കാണുന്നത്. മെത്രാൻ എന്ന സ്വകാര്യ സ്വത്തല്ല, പൊതുസ്വത്താണ്. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. പഴയ തട്ടിലച്ഛൻ തന്നെയാണ്. ഇതുതന്നെയാണ് നമുക്കും വേണ്ടത്. തട്ടിൽ പിതാവിൻ്റെ ഈ എളിമയാണ് അദ്ദേഹത്തെ സഭയുടെ പ്രഥമ അധ്യക്ഷനായി ഉയർത്തിയത്. വരാൻ പോകുന്ന തട്ടിൽ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഭയ്ക്കും ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.